നമ്മൾ എപ്പോഴും റോഡുകളിൽ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല വണ്ടികളും പെറ്റി പിരിക്കാനായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് പിരിക്കുന്നതിനപ്പുറത്തേക്ക് പലയിടങ്ങളിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് പോലീസിൻ്റെ ക്യാമറകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് AI ക്യാമറകളാണ്. ഈ AI ക്യാമറകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുജനമെന്നോ പോലീസെന്നോ നിയമപാലകരെന്നോ ഒന്നുമില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. ആര് നിയമലംഘനം നടത്തി കഴിഞ്ഞാലും അതെല്ലാം AI ക്യാമറയിൽ പെറ്റിയായിട്ട് വരും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് DGPയുടെ ഓഫീസിലേക്ക് പെറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരള പോലീസിലെ എല്ലാ ജീപ്പുകളും രജിസ്റ്റർ ചെയ്തേക്കുന്നത് കേരള പോലീസിലെ DGPയുടെ പേരിലാണ്. അപ്പോൾ കേരള പോലീസിൽ ആരെല്ലാം തെറ്റ് കാണിക്കുന്നു അല്ലെങ്കിൽ റോഡ് നിയമങ്ങൾ തെറ്റിക്കുന്നു അവരുടെ എല്ലാം പെറ്റികൾ പോകുന്നത് നേരെ DGPയുടെ അടുത്തേക്കാണ്. അപ്പം DGP പോലീസുകാരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെറ്റികളെല്ലാം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ ജനുവരി 1 വരെ കേരള പോലീസിൽ 3988 പെറ്റികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പിരിക്കാൻ ഈ പോലീസുകാർ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന ഉത്തരവാദിത്തം എന്തുകൊണ്ടാണ് പോലീസുകാരുടെ കാര്യത്തിൽ അവർ കാണിക്കാത്തത്? ഈ AI ക്യാമറ വന്നതിന് ശേഷം തന്നെ നിരവധി മാധ്യമങ്ങളായിരുന്നു പോലീസുകാർ സീറ്റ് ബെൽറ്റ് ഇടാത്ത ഉൾപ്പെടെയുള്ള വീഡിയോ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ പൊതുവിടങ്ങളിൽ മദ്യപിച്ച് ഔദ്യോഗിക വാഹനവുമായി അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ വണ്ടി ഓടിക്കുക, ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ AI-യിൽ പെട്ട് ഇത്രയും അധികം പെറ്റി കേസുകൾ പോലീസിനെതിരെ ആസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്നും DGP ഈ ഉദ്യോഗസ്ഥരോട് പെറ്റി എങ്ങനെയെങ്കിലും അടയ്ക്കൂ എന്ന രീതിയിൽ കാല് പിടിച്ച് നടക്കുന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത്തരം വാർത്തകളൊക്കെ മുന്നോട്ട് വരുന്നത്. അതേപോലെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് മാത്രമല്ല, സിഗ്നല് കറക്റ്റ് റെഡ് സിഗ്നൽ കാണുമ്പോൾ ഓടിച്ചു പോവുക, അമിത വേഗം, ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു സാധാരണക്കാർ ഇവരുടെ മുൻപിലേക്ക് AI ക്യാമറ പോട്ടെ, അല്ലാണ്ട് വെറുതെ ഒന്ന് ഹെൽമെറ്റ് മാത്രമല്ല, അവർക്ക് സ്പീഡ് കൂടിയെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടോ ഓടിച്ചിട്ട് പിടിച്ച് പെറ്റി വാങ്ങുന്നതും വീട്ടിലേക്ക് അതിക്രമിച്ച് ചെന്ന് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഈ റോഡ് നിയമങ്ങളൊന്നും പാലിക്കേണ്ടിയില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പോകുന്നത്. DGP ഇത് കാല് പിടിക്കുകയാണ്, എങ്ങനെയെങ്കിലും അവർ പെറ്റി അടയ്ക്കൂ എന്നുള്ള രീതിയിലേക്ക്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പോലീസിന്റെ ഫ്രണ്ടിലിരിക്കുന്ന SHOമാരായിരിക്കും അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള പോലീസുകാർ ആരാണെങ്കിൽ തന്നെയും പലരും സീറ്റ് ബെൽറ്റ് ഇടാറില്ല. കാരണം അവർ നിയമപാലകരാണ്. അപ്പോൾ അവർക്ക് നിയമം പാലിച്ചില്ലെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല, അവർക്കെതിരെ ഒരു കേസും വരത്തില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളാണെങ്കിൽ പോലും ഈ പോലീസിന്റെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അതായത് പോലീസ് വെച്ചിരുന്ന കുറേ ക്യാമറകളുണ്ട്, അതിപ്പോഴും പല സ്ഥലങ്ങളുണ്ട്. ആ ക്യാമറകൾ പെട്ടുകഴിഞ്ഞാലും പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകത്തില്ല. കാരണം എന്താ? അവർ നിയമപാലകരല്ലേ. അവർ നിയമം തെറ്റിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമില്ല. പോലീസുകാർക്ക് നിയമം തെറ്റിച്ച് എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷെ പൊതുജനമാണെങ്കിൽ അവന്റെ പുറകെ നടന്ന് അവനെ ഇടിച്ച് പരത്തിയാണെങ്കിൽ അവൻ്റെ നിന്ന് കാശ് വാങ്ങിക്കും. എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല വളവിലും ഈ പൈസ പിരിക്കാനായിട്ട് പോലീസുകാർ ചെന്ന് നിന്നിട്ട് ഹെൽമെറ്റ് ഇല്ലാത്തവനെ പുറകെ ഓടിച്ചിട്ട് ചേസ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ആക്സിഡന്റ് പറ്റി മരിക്കുന്ന എന്തോരം ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ കാലങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അതിന് ശമനം വന്നത് AI ക്യാമറകൾ വന്നതിന് ശേഷമാണ്. AI ക്യാമറകൾ വന്നതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പോയി പിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് കുറവാണ്. കാരണം അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അതായത് ക്യാമറകൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഇപ്പോൾ പൈസ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയേറെ കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 3988 കേസുകളാണ് പോലീസുകാർക്കെതിരെ വന്നിട്ടുള്ളത്. പൊതുജനത്തെക്കാൾ ഇപ്പോൾ കൂടുതൽ നിയമം തെറ്റിച്ച് നടക്കുന്ന പോലീസുകാരാണ്. ഒരവസ്ഥയെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയകളിൽ പലപ്പോഴും പോലീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പൊതുജനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ 500-1000 ഒക്കെ പെറ്റി അടിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആ നിയമം അറിയില്ലേ? അല്ലെങ്കിൽ നോ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഏത് നിയമമാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും പല ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടാക്കുന്ന പോലീസുകാരെ കണ്ടു. അതായത് പതിയെ വണ്ടി കൊണ്ടുവന്ന്, അത്രയും ബ്ലോക്കുള്ള സ്ഥലത്ത് പതിയെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇഴച്ചഴിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. പലപ്പോഴും ഇവർ തന്നെ നിയമം തെറ്റിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവർ നിയമം തെറ്റിച്ച് അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യുന്നവനെ അവർ അടപടലം പൂട്ടും, അല്ലെങ്കിൽ അവനെ ഉടനെ തന്നെ പോകും. ആരും ചോദ്യം ചെയ്യാൻ പോയില്ല എന്നുള്ളത് തന്നെയാണ്. എത്ര ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് പോലീസ് വാഹനമാണെങ്കിലും പലരും ഹോൺ അടിക്കുന്ന പോലും കാണുന്നില്ല. അത്രയും ബ്ലോക്ക് ഉണ്ടായി ഇവരുടെ വാഹനം പോയതിനു ശേഷമാണ് അവർ പോകാറുള്ളത്. പൊതുജനങ്ങൾ എന്തായാലും ഇവരോട് പോയി എന്താണ് സീറ്റ് ബെൽറ്റ് ഇടാത്തതെന്നൊന്നും ചോദിക്കാറില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാണുവാണെങ്കിൽ അവർ സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ച് പല ചാനലുകളുടെയും ചർച്ചയായിരുന്നു പോലീസുകാരുടെ സീറ്റ് ബെൽറ്റിനെ കുറിച്ച്. ഈ പോലീസുകാരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ചാനലുകാർ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെന്താ, ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം. ക്യാമറ കണ്ടോ, അവർ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് എല്ലാം പിടിച്ചിട്ട് പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഈ പോലീസുകാർക്ക് നിയമം
പാലിച്ചില്ലെങ്കിലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നൊരു തോന്നൽ എല്ലാ പോലീസുകാർക്കും ഇപ്പോഴും ഉണ്ട്. കാരണം അവരല്ലേ ആ നിയമം നടപ്പിലാക്കേണ്ടത്. അപ്പൊ അവരുടെ എതിരെ ആര് കേസ് കൊടുക്കാനാണ്? അവരുടെ ഇടയിൽ ഈ AI കേസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒത്തുതീർപ്പാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ടാണ് ഇത്രയധികം പെറ്റി കേസുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. സാധാരണക്കാർ പെറ്റി അടിച്ചില്ലെങ്കിൽ ഉടനെ അത് കോടതിയിലേക്ക് പോവുകയും അതിന്റെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകുന്ന അതെ, സമ്മൻസ് അയച്ച എങ്ങനെങ്കിലും അവനെ വരുത്തിയിട്ട് അവനെ കൊണ്ട് ആ പൈസ മൊത്തത്തിൽ അടപ്പിച്ചിട്ടേ പോലീസുകാർ വിടത്തോളൂ. അല്ലെങ്കിൽ 2 അടിയും കൊടുക്കും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഇവർ അടയ്ക്കുന്നില്ല എങ്കിൽ പോട്ടെ, ഇവരുടെ ശമ്പളത്തിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരൊക്കെയാണോ അടയ്ക്കാത്തത്, ആരൊക്കെയാണോ നിയമം തെറ്റിച്ചത്, അവരുടെ സാലറിയിൽ നിന്നും ആ ഒരു പെറ്റി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവർക്ക് ബാക്കി കൊടുക്കാം. ഇത് അതും ഇല്ല. നമ്മുടെ DGP ഇവരോട് കരുണ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അവർ പെറ്റി അടയ്ക്കൂ എന്ന് പറയുകയാണ്. പക്ഷെ പോലീസുകാരല്ലേ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഇവർക്ക് ആ ഒരു രീതി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. മാതൃകപരമായിട്ട് ചെയ്യാമേ. ആരൊക്കെയാണോ അത് പൈസ തരാനുള്ളത് അവരുടെയൊക്കെ സാലറി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. സാലറി കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നീട് അവർ നിയമം പാലിക്കാൻ തുടങ്ങും. നോ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ കൊണ്ടിടുകയാണെങ്കിൽ, ആരെങ്കിലും പൊതുജനം ഷൂട്ട് ചെയ്ത് ഇതേപോലെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഇവർക്കെതിരെ പെറ്റി കേസ് എടുക്കാനോ അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് തന്നെ ആ പൈസ ഈടാക്കാനോ നല്ല രീതിയിൽ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്നും പൊതുജനങ്ങൾ മാത്രം ഇതെല്ലാം പാലിക്കണമെന്നും സർക്കാർ സംവിധാനത്തുള്ളവരൊന്നും ഇത് പാലിക്കേണ്ട എന്നും പലപ്പോഴും പല ആളുകൾക്കും ബോധമുണ്ട്. നമ്മൾ സർക്കാരിന്റെ പല വാഹനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത എത്രയോ വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതും ഈ സ്പീഡ് ലിമിറ്റ് ഉള്ള ഏരിയയിലേക്ക് നല്ല സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. സ്പീഡ് ലിമിറ്റ് ഉള്ളിടത്ത് സ്പീഡ് ലിമിറ്റ് തന്നെ പോകണം. അല്ലാതെ ഏത് നമ്മുടെ മിനിസ്റ്റർ ആണെങ്കിലും നിയമപാലകരാണെങ്കിലും അവർക്കും അവിടെ യാതൊരുവിധ ഇളവുകളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ സിഗ്നൽ കാണുമ്പോൾ നിർത്തുക തന്നെ ചെയ്യണം. അല്ലാണ്ട് സിഗ്നൽ കാണുമ്പോൾ ഞങ്ങൾ പോലീസാണെന്ന് വിചാരിച്ചിട്ട് വിട്ടടിച്ച് പോകാനുള്ള നിയമമൊന്നും നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. അല്ല, അങ്ങനെ കാരണം എത്രയോ ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട് പോലീസുകാരുടെ അനാസ്ഥ കൊണ്ട്. ഇവര് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും, അതായത് ചില സമയത്ത് അവർ സ്പീഡ് കൂട്ടി ഒറ്റ പോക്കായിരിക്കും. അവിടെ ആർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു വിഷയമില്ല അവർക്ക്. പലപ്പോഴും വണ്ടികൾ വന്ന് പോലീസിനകത്ത് വന്ന് ഇടിച്ചു കഴിഞ്ഞാലും അവർക്ക് വിഷയമില്ലല്ലോ. അപ്പുറത്ത് വരുന്ന ആൾക്കാരുടെ വിഷയം നിയന്ത്രണം വിട്ട് പല കടകളിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ ഒക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മുതലിന് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ അയാൾ കേസ് കൊടുക്കാൻ പോയാലും ഇത് അന്വേഷിക്കുന്നവർ തന്നെയല്ലേ. അതുകൊണ്ട് ആ കേസുകളൊന്നും എങ്ങും എത്തത്തില്ല എന്നൊരു അധികാരമുണ്ട്. പിന്നെ അതേപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന രീതി, ഡ്യൂട്ടിയിൽ സമയത്ത് മദ്യപിക്കുന്ന എത്രയോ പോലീസുകാരുടെ കേസുകളാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഔദ്യോഗികമായിട്ടുള്ള വാഹനത്തിൽ മദ്യപിച്ച് വന്ന ഒരാളെ നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഒന്നാലോചിച്ചു, നമ്മുടെ കേരളത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിയമപാലകർ എന്ന് പറയുന്ന ഇവർ തന്നെ നിയമം തെറ്റിച്ച് നാട്ടിലിറങ്ങി നടക്കുമ്പോൾ പൊതുജനങ്ങൾ എങ്ങനെയാണ് നിയമം പാലിക്കുന്നത്?